ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഒരു കുട്ടി വ്ലോഗുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനൊക്കത്തില്ല, എന്നാലും കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായക്ക് വെച്ചു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇഡ്ഡലി മാവ് ഉണ്ടാക്കാനുള്ള ടിപ്സൊക്കെയുള്ള കുട്ടി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കും. നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇഡ്ഡലിക്കുട്ടകം വെച്ചു. ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് നമ്മൾ മുട്ടയും കൂടെ പുഴുങ്ങാൻ വേണ്ടി വെക്കും കേട്ടോ ചില ദിവസം. അപ്പോൾ ഇഡ്ഡലി ആവുന്ന സമയത്ത് നമുക്ക് മുട്ട താഴെ വെള്ളത്തിൽ വെച്ചിട്ട് മുട്ടയും കൂടെ പുഴുങ്ങി കിട്ടും. പിന്നെ നമുക്ക് മാവൊക്കെ ഒഴിച്ചു. മുട്ട ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുക്കിങ്ങൊക്കെ നമ്മുടെ മെയിൻ കിച്ചണിനകത്ത് ചെയ്യുമേ. വെള്ളം തിളപ്പീരി ഇതേപോലെ ഇഡ്ഡലി വെക്കൽ തിളച്ച് പോകാത്തതും ഈ കുക്കറിൻ്റെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ അതിനകത്ത് കുറേ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഇഡ്ഡലിക്ക് ആക്കി വെച്ചപ്പോഴത്തേക്കും ഞാനിനി സാമ്പാർ വെക്കാൻ നേരം. അപ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി തേയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചായ കുടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും വിസിൽ വന്നു. ഇഡ്ഡലിയും ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും രാവിലെ 2 പേരും എഴുന്നേറ്റ് വന്നു. രാവിലെ തന്നെ ഞാൻ വിളക്ക് കത്തിക്കും. സമയമുള്ള ദിവസങ്ങളിലാണ് രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കും കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ലേറ്റായി പോയാൽ പാറുവിനെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നത്. രാവിലെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കും. നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്, നമുക്കും വീടിനും നല്ലതാണ്. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കടുക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൊരു പാത്രം വെച്ച് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളി, ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാം. എപ്പോഴും കടുക് വറുത്ത സാമ്പാറിനാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ ഇവിടുത്തെ സാമ്പാർ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത്, കാരണം ഞാൻ പരിപ്പ് ആഡ് ചെയ്യത്തില്ല. ഇവിടെ അച്ഛന് പരിപ്പ് അങ്ങനെ കഴിക്കാനൊക്കാത്തതുകൊണ്ട് പരിപ്പ് ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പരിപ്പ് കഴിക്കാൻ പറ്റാത്ത അല്പം കടലമാവ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് അതിനെ കുറുകിയിരിക്കുന്നു. പക്ഷേ ഞാനത് പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടും നല്ലതാണോ എന്ന്. പിന്നെ കുട്ടികൾക്ക് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ആണേ, സിമ്പിൾ ഫ്രൈഡ് റൈസ്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാറുവിൻ്റെ സ്കൂളിൽ മുട്ട ഈ വർഷം തൊട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുട്ട കൊടുത്തു വിടുവേ. പിന്നെ രാവിലത്തെ ബ്രേക്കിന് വേണ്ടിയിട്ട് ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. ആപ്പിൾ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ കളറ് മങ്ങിയായി ലച്ചു ഒന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ കളറ് മങ്ങാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്പം വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് ആപ്പിൾ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ കളറ് മങ്ങത്തില്ല. പിന്നെ വേറെന്താണ്, പിന്നെ വൈകിട്ടത്തേക്ക് ബിസ്ക്കറ്റ് കൊടുക്കുവാണ്. ബിസ്ക്കറ്റും കുറച്ച് പിസ്തയോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ആണ്, നട്ട്സ് എന്തെങ്കിലും കൂടെ കൊടുത്തു വിടും. ചില ദിവസം ബിസ്ക്കറ്റ്, ചില ദിവസം ബട്ടർ കേക്ക്, അങ്ങനെ ഓരോ ദിവസം ഈവനിങ് സ്നാക്ക് അങ്ങനെ എന്തെങ്കിലും മാറി മാറിയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആപ്പിൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ്. അങ്ങനെ അവരുടെ ടിഫിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് 2 പേരെയും വിടാനുള്ള ഇതാണ്. രാവിലെ പാറുവിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ടു. ലച്ചുവിൻ്റെ ബസ് ഇവിടെ വരും. അങ്ങനെ പോകാൻ നിൽക്കുവാണ്. ഇനി ഉച്ചക്കലത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ 3-4 പീസ് മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞു ഫ്രൈ ചെയ്യാൻ. പക്ഷേ ഞാനതെടുത്ത് കുറച്ച് ബിരിയാണി ആക്കാമെന്ന് കരുതി, സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ചെയ്യാമെന്ന് കരുതി. ചിക്കൻ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നെയ്യിലാണ് ഗ്രേവി ഉണ്ടാക്കിയത്. നെയ്യിൽ അല്പം എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരല്പം ഉപ്പിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ റൈസ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഒന്നായി വന്നപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും സവാളയും കൂടി ഇട്ട് അതിനോടൊപ്പം തന്നെ ഒന്ന് വെന്തോട്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കാഷ്നട്ടും കിഷ്മിഷും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, മുരിപ്പിച്ചെടുക്കണം കേട്ടോ. അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. പിന്നെ മല്ലിയില ഇല്ലായിരുന്നു, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് അല്പം വെള്ളം തളിച്ച് വേണമെങ്കിൽ അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് നോക്കാം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ അടി പിടിക്കില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് ഒരല്പം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വേണ്ട ഗ്രേവി, ഒരുപാട് അങ്ങ് ഗ്രേവി ആവരുത് കേട്ടോ, ചെറിയൊരിതിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇതൊരു കുട്ടി വെജിറ്റബിൾ സാലഡാണ് കേട്ടോ. തൈര് ചേർക്കുന്നില്ല, ചെറിയ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് തൈരൊന്നും ചേർക്കുന്നില്ല. അല്പം ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ സാലഡ് ഉണ്ടാക്കിയത്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കറിയുടെ മുകളിലേക്ക് തന്നെ നമുക്ക് റൈസ് 2 ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം, ഇല്ലെങ്കിൽ താഴെ ഒരു പഴയ പാൻ വെച്ചിട്ട് വെക്കാം. പിന്നെ ഞാൻ ഈ ഒഴിക്കുന്ന ഈ ഒരു കളറുണ്ടല്ലോ,
അത് ഫുഡ് കളറൊന്നും അല്ല കേട്ടോ. ഞാൻ എന്താ സാധാരണ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് പോലൊക്കെ ഉണ്ടാക്കും, പിള്ളേർ അതാകുമ്പോൾ കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളി അതേപോലെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത നെയ്യുണ്ടല്ലോ, അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കും. ആ ചൂട് മാറുന്നതിന് മുമ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ഒഴിക്കുന്നത്. പക്ഷെ നല്ല യെല്ലോ കളർ നമുക്ക് ഫുഡിന് കിട്ടും. അതുകൊണ്ട് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട, പക്ഷേ നമ്മുടെ റൈസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ യെല്ലോ കളർ കിട്ടും. നല്ല രസമാണ് കാണാനും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കുട്ടി കുട്ടി ടിപ്സാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബിരിയാണി സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സാലഡ് ഞാൻ പറഞ്ഞല്ലോ തൈര് ചേർത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കുക്കമ്പർ, ക്യാരറ്റ്, സവാള, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരല്പം ഉപ്പ് ചേർത്തൊന്ന് പുരട്ടുക. എന്നിട്ട് ഒരല്പം നാരങ്ങാനീര് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു അര ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടാണ് എടുത്തത്. പിന്നെ നല്ല നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നേ. അങ്ങനെ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായ ഇടാൻ വെച്ചപ്പോഴത്തേക്ക് ലച്ചുവിൻ്റെ ബസ് വന്നു. ലച്ചുവിൻ്റെ ബസ് ഒരു 3:30 ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. അങ്ങനെ ലച്ചുവിനെ കൊണ്ടുവന്ന് ഫ്രഷ് ആക്കി ചായയൊക്കെ കൊടുത്ത് കുറച്ച് ബിരിയാണിയൊക്കെ കൊടുത്തിരുന്നപ്പോഴത്തേക്കും 4 മണിയാവും. അപ്പോഴത്തേക്ക് പാറുവിൻ്റെ ബസ് വരും. 4 മണിക്ക് പാറുവിൻ്റെ ബസ് ജംഗ്ഷനിലാണ് വരുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് തന്നെ, പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ കറങ്ങി ഇങ്ങനെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് കഞ്ഞിയും പയറുമാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് ഡിന്നർ സിമ്പിളാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.